രാമൻ വീണ്ടും കൊട്ടാരത്തിൽ. വിജയനഗര സാമ്രാജ്യത്തിലെങ്ങും ബ്രഹ്മരക്ഷസിനെക്കുറിച്ചുള്ള ഭീതി വ്യാപിച്ചു. ആളുകൾ രാത്രി പുറത്തിറങ്ങാതായി. രാജാവിന് സമാധാനമില്ലാതെയുമായി. വിളംബരം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും ആരിൽ നിന്നും അതിന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. 3-ാം ദിവസം രാജാവ് രാജധാനിയിൽ ഏകാന്തനായി വിഷാദിച്ചിരിക്കുകയാണ്. രാജഗുരു താതാചാരിയും സമീപത്തുണ്ട്. അപ്പോഴാണ് ഒരു ഭടൻ, ഒരു സന്യാസി രാജാവിനെ മുഖം കാണിക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചത്. രാജാവ് സന്യാസിയോട് അകത്തു വരുവാൻ പറഞ്ഞു. സന്യാസി ആഗതനായി. ജടാധാരിയാണ്. നാഭിയിൽ മുട്ടുന്ന താടി, കാഷായ വസ്ത്രം, രുദ്രാക്ഷമാല, ഭിക്ഷാപാത്രം, മാന്ത്രികദണ്ഡ് ആകെ കൂടി കണ്ടപ്പോൾ രാജാവിന് സന്യാസിയിൽ ഒരു വിശ്വാസം തോന്നി. തിരുമനസ്സുകൊണ്ട് ആവശ്യപ്പെട്ട പ്രകാരം ബ്രഹ്മരക്ഷസിനെ ഒഴിപ്പിക്കാൻ അടിയൻ തയ്യാറാണ്. പ്രതിഫലമായി അടിയൻ ചോദിക്കുന്നതെന്തും തരാൻ അങ്ങ് തയ്യാറാണോ? സന്യാസി രാജാവിനോട് ചോദിച്ചു. തയ്യാറാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെയോ നമ്മുടെ പദവിയെയോ ബാധിക്കുന്ന ഒന്നും ചോദിക്കരുത്. രാജാവ് ഒരു വ്യവസ്ഥ വെച്ചു. ശരി, അങ്ങനെയുള്ളതൊന്നും തന്നെ ഞാൻ അങ്ങയോട് ചോദിക്കുകയില്ല. സന്യാസി ഉറപ്പു നൽകി. അതിരിക്കട്ടെ, ബ്രഹ്മരക്ഷസിനെ അടക്കം ചെയ്യുന്നതോടൊപ്പം തെന്നാലി രാമൻ എന്ന ബ്രാഹ്മണനെ നിഗ്രഹിച്ച പാപത്തിന് പരിഹാരവും ചെയ്യാൻ മഹർഷിക്ക് സാധിക്കുമോ? രാജാവ് ചോദിച്ചു. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളുടെ ഫലം കൊണ്ട് അങ്ങ് ആ ബ്രാഹ്മണനെ കൊന്നിട്ടേയില്ല എന്ന പ്രകാരത്തിൽ കാര്യങ്ങൾ നീങ്ങും. സന്യാസി വിശദീകരിച്ചു. അപ്പോൾ തെന്നാലി രാമനെ പുനർജീവിപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമെന്നാണോ പറയുന്നത്? രാജാവ് സംശയം പ്രകടിപ്പിച്ചു. തെന്നാലി രാമൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അങ്ങേക്ക് അയാൾ വീണ്ടും നിരന്തരമായ ശല്യമാകും. അതിനാൽ കൊന്ന പാപത്തിന് പരിഹാരം ചെയ്താൽ മതി. അയാളെ പുനർജീവിപ്പിക്കരുത്. രാജപുരോഹിതൻ താതാചാരിയാണ് ഇത് പറഞ്ഞത്. കാരണം തെന്നാലി രാമൻ ജീവിക്കുന്നത് രാജപുരോഹിതന് ഒരു ഭീഷണിയാണല്ലോ. രാജാവ് നിയമമനുസരിച്ച് ചെയ്ത വധം പാപമാകുന്നതെങ്ങനെയാണ്? സന്യാസി സംശയമുന്നയിച്ചു. നിയമവാഴ്ചയ്ക്ക് വേണ്ടിയായാലും ഹിംസ തന്നെയാണ്. അതിനാൽ അല്പം പാപം അതിലുണ്ട്. അതുകൊണ്ട് പരിഹാരം ചെയ്യണം. തെന്നാലി രാമൻ്റെ ആത്മാവിനെ അടക്കം ചെയ്യണം. രാജഗുരു പറഞ്ഞു. അദ്ദേഹം തുടർന്നു. ഇവിടെ നിന്ന് 7 നാഴിക അകലെയുള്ള അമ്പലത്തിലാണ് ആ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവമുള്ളത്. അവിടെ പൂജയ്ക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ ഒരുക്കി വെക്കാം. നാളെ തന്നെ പൂജ ആയാലെന്താ? രാജഗുരുവിൻ്റെ ആ ചോദ്യത്തിന് സന്യാസി രാജാവിനെ നോക്കി ഉത്തരം പറഞ്ഞു. കർമ്മങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ നടത്താം. ഇപ്പോൾ തന്നെ ആകാം. അത് കേട്ട് രാജഗുരു സന്യാസിയെ കളിയാക്കി ചിരിച്ചു. ചിരിക്കുന്നുണ്ടെങ്കിലും രാജഗുരുവിൻ്റെ മുഖത്ത് ഭയത്തിൻ്റെ നിഴലുകൾ സന്യാസി കണ്ടു. അപമൃത്യു മൂലം രക്ഷസായി മാറിയ തെനാലി രാമൻ ജീവിച്ചാൽ ഉപദ്രവമുണ്ടാകുമെന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. സന്യാസി രാജഗുരുവിനെ സമാധാനിപ്പിച്ചു. ബ്രാഹ്മണവധം നടത്തിയതിൻ്റെ പാപവും ഇതോടൊപ്പം ഇല്ലാതാകണം. രാജാവ് ഒരിക്കൽ കൂടി തൻ്റെ ആവശ്യം വ്യക്തമാക്കി. തിരുമേനി, അടിയനിതാ ഈ 2 കർമ്മങ്ങളും ഒന്നിച്ച് ചെയ്യുന്നു. ഇനി അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് സന്യാസി തൻ്റെ മുഖത്ത് ഒട്ടിച്ചു വച്ചിരുന്ന താടിയും തലയിലെ ജടയും എടുത്തു മാറ്റി. രാജാവ് അത്ഭുതപ്പെട്ടു നോക്കി. രാജഗുരു ഞെട്ടി പിന്നോട്ട് മാറി. ഇതാ അങ്ങ് വധിച്ചു കളഞ്ഞ ബ്രാഹ്മണൻ
സന്യാസിയുടെ വേഷം മാറ്റിക്കളഞ്ഞ ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു. അങ്ങനെ മരിച്ചെന്നു കരുതിയ തെനാലിരാമൻ രാജധാനിയിൽ ജീവനോടെ പ്രത്യക്ഷനായി. രാജാവിന് സന്തോഷമായി. തെനാലിരാമൻ രാക്ഷസനെ അടക്കം ചെയ്തതിന് പ്രതിഫലം ചോദിച്ചു. വധശിക്ഷയിൽ നിന്ന് മോചനവും 1000 പൊൻപണവും വേണം. രാജാവ് തെനാലിരാമന് 1000 പൊൻപണം നൽകി. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിക്കൊടുക്കുകയും ചെയ്തു.